ഹലോ, എസ് യു സെൻട്രൽ SU021 കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് SEO ആൻഡ് കോമൺ SEO ടേംസ്. SEOയിൽ ഇപ്പോൾ ഉള്ള ബേസിക് ആയിട്ടുള്ള 3 ടൈപ്പുകളും പിന്നെ കുറച്ച് ബേസിക് SEO ടേംസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്ന SEOൻ്റെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ SEOൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഓൺ പേജ് SEO എന്ന് പറയും. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO. ഇതിൽ ഓൺ പേജ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിന്റെ, അതിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് SEO സെന്റർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ ഒപ്റ്റിമൈസേഷന് വേണ്ടി അല്ലെങ്കിൽ ഗൂഗിളിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ നമ്മൾ റാങ്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഓൺ പേജ് SEO എന്ന് പറയുക. അതായത് ഓൺ ദ പേജ്, വെബ്സൈറ്റിന്റെ അകത്ത് നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ ഓൺ പേജിൽ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഓൺ പേജ് SEO ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കീവേഡ് റിസർച്ച് മുതൽ കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ മുതൽ ഇന്റേണൽ ലിങ്കിങ്, ഇമേജ് ഒപ്റ്റിമൈസേഷൻ, മെറ്റാ ടാഗുകൾ ഇടുക, ഹെഡിങ് ടാഗുകൾ പ്രോപ്പർ ആക്കുക, ഇതെല്ലാം ഓൺ പേജ് SEO വരും. ഓക്കെ, ഈ ഒരു സൈറ്റിൽ ഈ ഒരു ആർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇമേജ് അപ്ഡേറ്റ് ചെയ്തു, ഈ ഇമേജിന്റെ ഒപ്പം ഒരു പ്രോപ്പർ ടൈറ്റിൽ നമ്മൾ കൊടുത്തു, കണ്ടന്റ് ഞാൻ ഈ ഒരു മെത്തഡോളജിയിൽ സ്ട്രക്ചറിൽ ഉണ്ടാക്കി, ആ ഒരു സ്ട്രക്ചറിനെ റൈറ്റ് ചെയ്തു, പ്രോപ്പർ എക്സ്റ്റേണൽ ലിങ്കിങ്ങുകൾ ഒരു ടേബിൾ വെച്ചു, പിന്നെ ഇതുപോലെ ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ്ങുകൾ, എന്തൊക്കെ ടൈപ്സ് സാധനങ്ങൾ ബോൾഡ് ചെയ്യണം, എന്തൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം, ബ്രേക്കിൽ ഡിസ്പ്ലേ ചെയ്യണം, എങ്ങനെയെല്ലാം കോഡ് റെപ്രസെന്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം ഓൺ പേജ് SEOയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വെബ്സൈറ്റിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി വരുന്നതാണ് ഓഫ് പേജ് SEO. ഓഫ് പേജ് SEO എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ SEOന്റെ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മളുടെ വെബ്സൈറ്റിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്തല്ല, വെബ്സൈറ്റിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ ചിലപ്പോൾ ബാക്ക് ലിങ്ക് ബിൽഡിംഗ് എന്ന് എല്ലാവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിന് റെഫറൽ ലിങ്കുകൾ എന്ന് വിളിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റിനെ മറ്റൊരു വെബ്സൈറ്റ് റെഫർ ചെയ്യുക. അത് നമുക്ക് മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു സൈറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ആ സൈറ്റിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് ദെൻ ആ സൈറ്റിൽ നിന്ന് നമ്മളുടെ സൈറ്റിലേക്ക് ഒരു ലിങ്ക് കൊടുത്ത്, അപ്പൊ അതിനെ നമ്മൾ ബാക്ക് ലിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഗസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെയാണ് ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഒരു സൈറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഇപ്പോൾ SEOനെ കുറിച്ച് എഴുതുന്ന, ഇപ്പൊ എന്റെ സൈറ്റ് SEOനെ കുറിച്ചാണ് എഴുതുന്നത്, അപ്പൊ എൻ്റെ ഒരു സൈറ്റിലേക്ക് ഇതിൽ റിലവൻ്റ് ആയിട്ട് ഒരു ലിങ്ക് വരണമെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കും, SEO ബ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ യോസ്റ്റ് എഴുതുന്നുണ്ട്, സെർച്ച് എഞ്ചിൻ ജേർണൽ എഴുതുന്നുണ്ട്, ഹബ്സ്പോട്ട് എഴുതുന്നുണ്ട്. നമ്മൾ ഈ ഒരു മറ്റൊരു സൈറ്റിൽ പോയി ഓൺ ബിഹാഫ് ഓഫ് SEO സെൻട്രൽ നമ്മളൊരു ആർട്ടിക്കിൾ എഴുതി, ആ ആർട്ടിക്കിളിലേക്ക് നമ്മളുടെ പേജിലേക്ക് ഒരു ലിങ്ക് ആ ഒരു എക്സ്റ്റേണൽ സൈറ്റിൽ നിന്ന് നമ്മളുടെ സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് ബാക്ക് ലിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുക. ഇത് മാത്രമല്ല, ഓഫ് പേജ് നമ്മളുടെ ഒരു ബ്രാൻഡ്, SEO സെൻട്രൽ എന്ന് പറയുന്ന ബ്രാൻഡ് മറ്റെവിടെയൊക്കെ മെൻഷൻഡ് ആണോ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. SEO സെൻട്രൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, SEO സെൻട്രൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇതേ ടേം ഇപ്പോൾ ഇതുപോലെ ഒരു സൈറ്റിൽ ലിങ്ക്ഡിനിൽ മെൻഷൻഡ് ആണ്. ലിങ്ക്ഡിനിൽ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫൗണ്ടർ ഓഫ് SEO സെൻട്രൽ. അപ്പോൾ ഒരു ബ്രാൻഡിന്റെ അവിടെ ഒരു മെൻഷൻ വന്നു, അതൊരു എന്താണെന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ എൻ്റെ അബൌട്ടസ് പേജ്, അബൌട്ടസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു SEO നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടർ ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ SEO നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ദെൻ SEO സെൻട്രൽ എന്ന് പറഞ്ഞ ലിങ്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ബ്രാൻഡ് മെൻഷൻ അവിടെ കിട്ടി. അതുപോലെ എൻ്റെ ഈ ഒരു ആർട്ടിക്കിളിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ അല്ല പോസ്റ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, ഇപ്പൊ എൻ്റെ കമ്മ്യൂണിറ്റിനെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ആ പോസ്റ്റിലും SEO സെൻട്രലിനെ കുറിച്ചോ അങ്ങനെയുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്താ പറയാ, ഒരു ബ്രാൻഡ് മെൻഷൻ ആയിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ, വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ SEO സെൻട്രലിന്റെ തന്നെ ഒരു ലിങ്ക്ഡിൻ പേജാണ്. സോറി, ഇപ്പൊ ഞാൻ ഇതിൽ ഈ ലിങ്ക്ഡിനിൽ എൻ്റെ ഒരു കമ്പനി പേജ് ക്രിയേറ്റ് ചെയ്യണം. കമ്പനി പേജിൽ SEO സെൻട്രൽ എന്ന് പറഞ്ഞ കമ്പനി പേജിൽ പോയി അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ ഒരു ഫുൾ ബ്രാൻഡ് നെയിം അവിടെ മെൻഷൻ ചെയ്യുന്നു, ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന്റെ കംപ്ലീറ്റ് എന്താണ് ആ വെബ്സൈറ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുന്നു, പിന്നെ അബൌട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അവിടെ കൊടുക്കുന്നു. ഇതെല്ലാം ഓഫ് പേജ് ആക്ടിവിറ്റിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിന് പുറത്ത് നല്ല രീതിയിൽ നമ്മൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടേമുകളുടെ ഒപ്പം കോണ്ടെക്സ്ച്വലി ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ റെഫർ ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റീസിനൊക്കെയാണ് ഓഫ് പേജ് ആക്ടിവിറ്റീസ് എന്ന് പറയുക. മെയിൻലി പുറത്ത് നമ്മുടെ വെബ്സൈറ്റിന്റെ പുറത്ത് ഓഫ് പേജ് ആയിട്ടുള്ള SEO ആക്ടിവിറ്റീസിനെല്ലാം എന്താ പറയും, ഓഫ് പേജ് ആക്ടിവിറ്റീസ് എന്ന് പറയും. ഓക്കെ, ഇനി വരുന്നതാണ് ടെക്നിക്കൽ SEO. ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ഓൺ പേജ് കാര്യം പറഞ്ഞു, ഒരു ബേസിക് കാര്യങ്ങളായിട്ടുള്ള ടൈറ്റിൽ ഇടുക, കണ്ടന്റ് ഇടുക, കീവേഡ് ഒപ്റ്റിമൈസ് ചെയ്യുക, ലിങ്ക് കൊടുക്കുക. ഇനി ഓഫ് പേജ് പറഞ്ഞ് പുറത്ത് നമ്മൾ ഡയറക്ടറി സബ്മിറ്റ് ചെയ്യുക, ഗസ്റ്റ് ബ്ലോക്കിംഗ് ചെയ്യുക, ഇതുപോലെ സോഷ്യൽ സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെഫറൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പേജ് എത്ര സ്പീഡിൽ ലോഡ് ആകുന്നു, ഓക്കെ, ഏതെല്ലാം പേജ്, സൈറ്റിന്റെ ആർക്കിടെക്ചർ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രോത്ത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ പേജ് സൈറ്റ് എടുക്കും, ഇത് നമ്മുടെ അക്കാഡമിയുടെ സൈറ്റാണ്. ഇതിൽ കോഴ്സസ് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയായിരിക്കും ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു വെബ്സൈറ്റിലുള്ള കോഴ്സുകളായിരിക്കും ലിസ്റ്റ് ചെയ്ത് വരിക, എല്ലാ കോഴ്സുകളും. പക്ഷെ റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റിസോഴ്സസിൽ എങ്ങനെയായിരിക്കും വരിക? ഇപ്പോൾ ഒരു റിസോഴ്സ് നമ്മൾ ഇട്ടിട്ടുള്ളൂ, ആ ഒരു റിസോഴ്സസ് മാത്രമാണ് അതിലിടുക, ഒരു ഫ്രെയിം വർക്ക് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ, അത് മാത്രമാണ് ആ ഒരു സൈറ്റ് ആർക്കിടെക്ചറിൽ വരിക. ഇതൊരു ബേസിക് സൈറ്റ് ആർക്കിടെക്ചർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റ് ആർക്കിടെക്ചർ, പിന്നെ ഈ ഒരു സൈറ്റിൽ തന്നെ റോബോട്ട് ഫയൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. റോബോട്ട് ഫയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലേറ്റർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. കണ്ടില്ല, ഏതൊക്കെ പേജുകൾ ഏതൊക്കെ ഗൂഗിളിന്റെ അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിന്റെ ക്രൗളേഴ്സിന് ക്രൗൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ ആണ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞ ഫയൽ, സൈറ്റ് മാപ്പ് ഫയൽ ഇതിലുണ്ടാകാൻ വഴിയില്ല. സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞ ഫയൽ ഏതൊക്കെ സൈറ്റിൽ ഏതൊക്കെ ഈ പേജിൽ ഏതൊക്കെ ഫയൽ ലിങ്കുകൾ ഉണ്ട്, ഏതൊക്കെ പേജുകൾ ഉണ്ട് എന്നുള്ള ഫയൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഇത് ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഫയലാണ്. ഇതെല്ലാം ടെക്നിക്കൽ SEOന്റെ ഭാഗത്തിൽ വരുന്നതാണ്. സൈറ്റ് സ്പീഡ്, മൊബൈൽ ഫ്രണ്ട്ലിനെസ്. മൊബൈൽ ഫ്രണ്ട്ലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റ് എത്രത്തോളം മൊബൈൽ ഡിവൈസസ് ഫ്രണ്ട്ലിയാണ്. ഒരു 80% യൂസേഴ്സ് ഇപ്പൊ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. സോ മൊബൈൽ ഡിവൈസസിൽ ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ചില സൈറ്റുകളൊക്കെ കണക്റ്റാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഹെഡിങ് കാണിക്കാതെ ചിലപ്പോൾ ഒരു ഇമേജിന്റെ ഒരു ഭാഗം മാത്രം കാണിച്ച്, അതൊന്നും മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈറ്റ് അല്ല. പക്ഷേ ഈ ഒരു സൈറ്റ് നോക്കും, മൊബൈൽ ഡിവൈസിന്റെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാലും ഇമേജ് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആഡ് ടു കാർട്ട് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർലി അടുത്ത പേജിലേക്ക് പോകുന്നുണ്ട്. അവിടെയും കണ്ടന്റുകളെല്ലാം പ്രോപ്പർലി ആണ് അലൈൻ ചെയ്തിട്ടുള്ളത്. മൊബൈലിൽ ഒരു റീസണബിൾ സ്പീഡിൽ ഇത് ലോഡ് ആയിട്ടുണ്ട്. സോ ഇതൊരു മൊബൈൽ ഫ്രണ്ട്ലി സൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ സെക്യൂരിറ്റി റീസൺസ്, ഇതിന് HTTPS പോലുള്ള സെക്യൂരിറ്റി ഫങ്ഷൻസ് ഉണ്ട്, മറ്റ് സെക്യൂരിറ്റി ത്രെറ്റുകളൊന്നുമില്ല, എന്തോ ഒരു ഫിഷിംഗ് കോഡോ ഫിഷിംഗ് ആയിട്ടുള്ള രീതിയിലൊന്നല്ല ഈ സൈറ്റുകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഈ ടെക്നിക്കൽ SEOന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു പേജിൽ സ്കീമാസ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഈ ഒരു സൈറ്റ് ഉണ്ട്, ഈ ഒരു പേജിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സ്കീമയുണ്ട്. സ്കീമ കോഡ് നമ്മൾ എന്താണെന്ന് പഠിക്കും. ഈ സ്കീമ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ ടെക്നിക്കൽ SEOന്റെ പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രൗൾ റേറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക. ക്രൗൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റിൽ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിൻസ് എത്രത്തോളം ക്രൗൾ ചെയ്യുന്നുണ്ട്, അത് പ്രോപ്പർലി ആണ് ക്രൗൾ ചെയ്യുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി ആ ഒരു കണ്ടപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന് പോസ്റ്റിന് ചെറിയ കുറച്ച് ദിവസമായിട്ട് ഫെയിൽ റേറ്റ് ഉണ്ട്, അത് എന്തുകൊണ്ടാണ് നമ്മൾ അനലൈസ് ചെയ്ത് അത് ഫിക്സ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ടെക്നിക്കൽ SEOന്റെ പാർട്ടിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ക്രൗൾ റേറ്റ് ഇൻഡെക്സിംഗ് റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. ഈ പേജസിലെടുത്ത് പോവുക, എത്ര പേജസ് ഇൻഡെക്സ്ഡ് ആയിട്ടുണ്ട്, എത്ര പേജസ് ഇൻഡെക്സ്ഡ് ആയിട്ടില്ല, എന്തുകൊണ്ട് അത് ഇൻഡെക്സ്ഡ് ആയിട്ടില്ല, അതിൻ്റെ ഉള്ള റീസൺസ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്യുക എന്നുള്ളതെല്ലാം ടെക്നിക്കൽ SEO എന്ന കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് കഴിക്കുന്നു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് SEO ടേംസിലേക്ക് പോകാം. ഇമ്പോർട്ടൻ്റ് SEO ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം കീവേഡ് എന്ന് പറഞ്ഞ ടേമാണ്. കീവേഡ് എന്ന് പറഞ്ഞ ടേം എന്താണ്? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു യൂസർ ഒരു പേജിലേക്ക് എത്താൻ വേണ്ടി ടൈപ്പ് ചെയ്യുന്ന വേർഡിനെയാണ് കീവേഡ് എന്ന് പറയുക. ഇപ്പം ഞാൻ എൻ്റെ എന്താ പറയുക ഹൗ ടു അല്ലെങ്കിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് SEO എന്ന് പറഞ്ഞൊരു ജാവാസ്ക്രിപ്റ്റ് SEO ഗൈഡാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈപ്പ് ചെയ്ത സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്ത ആ വേർഡിനെയാണ് കീവേഡ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് SEO സെർച്ച് ഗൈഡ് വേണ്ടി ഞാൻ സെർച്ച് ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്ന ഒരു ഫ്രേസ് അതിനെയാണ് കീവേഡ് എന്ന് പറയുക. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പേജുകളെല്ലാം
ഗൂഗിൾ അല്ലെങ്കിൽ മറ്റു സെർച്ച് എഞ്ചിൻസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് തരും. ഗൂഗിളിൻ്റെ ഒരു സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ഓവർവ്യൂ വന്നിട്ടുണ്ട്, അതിനുശേഷം നമ്മുടെ സൈറ്റ് വന്നിട്ടുണ്ട്, ജാവാസ്ക്രിപ്റ്റ് SEO സൈറ്റ്. അപ്പോൾ ഈ ഒരു പേജിൽ ഞാൻ എത്തി. ജാവാസ്ക്രിപ്റ്റ് SEO ഗൈഡ് എന്നുള്ളൊരു കീവേഡ് അടിച്ചു, ആ ഒരു പേജിലെത്തി, ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ടേമിനെയാണ് കീവേഡ് എന്ന് പറയാം. ഇനി robots.txt എന്ന് പറഞ്ഞിട്ട്, robots.txt എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഒരു സെർച്ച് എഞ്ചിൻ ക്രൗളറിന് ഏതെല്ലാം പേജുകൾ ആക്സസ് ചെയ്യാം, ഏതെല്ലാം പേജുകൾ ആക്സസ് ചെയ്യേണ്ട എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു ഫയലാണ് robots.txt ഫയൽ. അതെല്ലാ സൈറ്റിനും വേണം. അത് ക്രൗഡ് കൺട്രോളിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ടെക്നിക്കൽ SEOൻ്റെ മൊഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ദെൻ ബാക്ക് ലിങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മറ്റൊരു സൈറ്റിൽ നിന്ന് നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന ഒരു ലിങ്കിങ്ങിനെയാണ് ബാക്ക് ലിങ്കിങ് അല്ലെങ്കിൽ റെഫറൽ ലിങ്കിങ് എന്ന് പറയുക. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഒരു സൈറ്റിൻ്റെ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കണ്ട സ്ട്രക്ചർ ഡാറ്റയുടെ ഒപ്പം ഈ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. സ്ട്രക്ചർ ഡാറ്റയുടെ അല്ലെങ്കിൽ schema.org നമ്മുടെ ഒഫീഷ്യൽ സൈറ്റാണ്, അവിടെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ schema.org എന്ന് പറഞ്ഞ സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതൊരു ബാക്ക് ലിങ്ക് ആണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇന്റേണൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് SEO സെന്ററിൻ്റെ ഒരു സൈറ്റ്, ഇതിൽ നിന്ന് എൻ്റെ ഹോം പേജിലേക്ക് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലിങ്കിനെ പറയുന്ന പേജാണ്. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് നമ്മളുടെ സൈറ്റിൽ തന്നെ മറ്റു പേജുകളിലേക്ക് ലിങ്ക് കൊടുക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുക. ഇപ്പം ഞാൻ ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും പേജുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ലിങ്കുകളാണ്. ഈ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്കുള്ള ലിങ്കുകൾ. ഇപ്പം ഞാനിവിടെ എൻ്റെ സൈറ്റിൽ എഴുതിയൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഓൾസോ റീഡ് ഹൗ ടു ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ ഇൻഡെക്സ് പേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ സൈറ്റിൽ നിന്ന് തന്നെ നമ്മുടെ സൈറ്റിലെ മറ്റൊരു പേജിലേക്ക് പോകുന്ന ലിങ്കാണ്. അതിനെ ഒരു ഇന്റേണൽ ലിങ്ക് നമ്മൾ പറയും. ഓക്കെ, ദെൻ മെറ്റാ ടാഗ്സ് എന്ന് പറയും. മെറ്റാ ടാഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേജിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ടൈറ്റിൽ, ദെൻ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ സെർച്ച് എഞ്ചിൻസിനും ഗൂഗിളിനും അല്ലെങ്കിൽ യൂസേഴ്സിനും മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു കോഡാണ് മെറ്റാ ടാഗ് എന്ന് പറയുക. ഇപ്പൊ മെറ്റാ ടൈറ്റിൽ എന്ന് എല്ലാവരും പറയുമെങ്കിലും ടൈറ്റിൽ ടാഗ് എന്നാണ് അതിന് കറക്റ്റ് പറയുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പേജിന്റെ ടൈറ്റിൽ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കോഡാണ് ടൈറ്റിൽ ടാഗ്. കണ്ടോ, അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഓഫ് വേർഡ്, ആ ഒരു പേജിന് എൻ്റയർ ഒരു 8,000 വേർഡ്സ് ഉള്ള ഈ പേജിന് ഏറ്റവും ചുരുക്കി ഡിസ്ക്രിപ്റ്റീവായി പറയാൻ പറ്റുന്ന ഒരു ഇതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അതുപോലെ മെറ്റാ നെയിം, ഓഥർ ഉണ്ട്, റോബോട്ട്സ് ഉണ്ട്, ഇതെല്ലാം മെറ്റാ കോഡുകളാണ്. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഈ സംഭവം തന്നെയാണ് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കൽ SEO എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേജ് വരുമ്പോൾ കണ്ടോ, അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടോ, ഈ ഒരു ടാഗാണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. പക്ഷെ എല്ലാ സമയത്തും ഗൂഗിൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ടാഗ് തന്നെ എടുക്കണം എന്നില്ല. ഓക്കെ, അത് ഗൂഗിളിന് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയ ടാഗുകളും അല്ലെങ്കിൽ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും എല്ലാം ചൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെർപ്പ് എന്താണ്, SERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിനുകളിൽ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞു, ആ സെർച്ച് ചെയ്തതിന് ശേഷം റിസൾട്ട് വരുന്ന പേജിനെയാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയാം. ഓക്കെ, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് ഇതാണ്. ഇപ്പോൾ വെബ്സൈറ്റ് ഡയറക്ടറി നമ്മൾ സെർച്ച് ചെയ്തു, അതിന്റെ റിസൾട്ട് വന്ന പേജാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. ഇതൊരു സെർപ്പ് പേജാണ്, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജാണ്. ഓക്കെ, അതുപോലെ തന്നെ ആൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിൽ ഒരു ഇമേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. ഈ ഇമേജ് ഇല്ലാത്ത ടൈമിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ഇമേജ് അവിടെ നിന്ന് മിസ്സായിപ്പോയി അല്ലെങ്കിൽ ലോഡ് ആയില്ല, ആ ഒരു ടൈമിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് അവിടെ ഡിസ്പ്ലേ ചെയ്യും, ഒരു ടെക്സ്റ്റ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുക. ആ ഒരു ടെക്സ്റ്റിനെയാണ് ഓൾ ടെക്സ്റ്റ് എന്ന് പറയുക. ഇത് അങ്ങനെ ഒരു പ്രോസസ്സിന് മാത്രമല്ല, കണ്ണ് കാണാത്ത വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യുന്ന സ്ക്രീൻ റീഡേഴ്സിന് ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും ആ റീഡർ എന്താ പറയുക, ആ ടൂള് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഡിസ്പ്ലേ ചെയ്യില്ലെങ്കിൽ റീഡ് ഔട്ട് ചെയ്ത് കാണിക്കുക. അപ്പോൾ ആ ഒരു ഇമേജ് ഞാൻ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് കാണാം, അഭിനവ് കൃഷ്ണ, പ്രൊഫഷണൽ SEO കൺസൾട്ടന്റ്, ഹെഡ്ഷൂട്ട്, അങ്ങനെ ഒരു ടെക്സ്റ്റ് കാണാം. ഇതാണ് ആ ഒരു ആൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇമേജിനാണ് ആൾ ടെക്സ്റ്റുകളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. കനോണിക്കൽ URL എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കനോണിക്കൽ URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പേജ്
തന്നെ മൾട്ടിപ്പിൾ ചില കാരണങ്ങളാൽ നമ്മൾ 2-3 പേജുകളായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഒരേ കണ്ടന്റ് 3 പേജും 4 പേജായിട്ട് ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ലാംഗ്വേജിന് ഡിഫറൻസ് ആയിരിക്കും, റീജിയണൽ ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറൻസ് കാരണം നമ്മൾ ഇങ്ങനെ പേജുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് കാരണമായിട്ട് 2 പേജ് ഒരേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. സോ ഏതാണ് ഇതിന്റെ ഒറിജിനൽ പേജ് എന്ന് ഗൂഗിളിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടാഗാണ് കാനോണിക്കൽ ടാഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പേജിൽ ഞാൻ കാനോണിക്കലായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന പേജ് ഏതാണ് കണ്ടോ? സെൽഫ് റെഫറൻസിങ് ആണ്. ഇത് തന്നെയാണ് ഇതിന്റെ ഒറിജിനൽ കാനോണിക്കൽ പേജ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പേജിൽ നമ്മൾ പോകുകയാണെന്നിരിക്കും, ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി 2 URL 2 തരത്തിൽ കണ്ടോ കണ്ടന്റ് ഇട്ടുണ്ട്. പക്ഷെ സെയിം കണ്ടന്റ് ആണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. abhinav.krishna.theseocentral.com whois.abhinavkrishnacs.com ഇങ്ങനെ 2 URL ഉള്ള 2 പേജുകൾ ഞാൻ സെയിം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് കണ്ടില്ലേ, ഇതൊരു കണ്ടന്റ്, ഇത് വേറൊരു URL വേറൊരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഹെഡിങ് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. വോയിസ് അഭിനവ് കൃഷ്ണ എന്നായിരിക്കും ഇതിൽ വരിക, അങ്ങനെ പ്രൊഫഷണൽ സമ്മറി എന്നാണ് ഇതിൽ വരിക. ഈ ഒരു പാർട്ട് അഡീഷണൽ ആയിട്ട് ഇതിലുണ്ട്. സോ സിമിലർ കണ്ടന്റ് ആണ് ഇതിൽ. അപ്പോൾ ഈ ഒരു പേജ് abhinavkrishna.theseocentral.com ആണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ വോയിസ് അഭിനവ് കൃഷ്ണ എന്നുള്ളൊരു വെബ്സൈറ്റിൽ നമ്മൾ റെഫറൻസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു കാനോണിക്കൽ ടാഗ് നിങ്ങൾ നോക്കി, ഈ ഒരു വെബ്സൈറ്റിന്റെ വോയിസ് എന്നുള്ള URL ഉള്ള വെബ്സൈറ്റിന്റെ കാനോണിക്കൽ ടാഗ് പോയിന്റ് ചെയ്തിരിക്കുന്നത് abhinavkrishna.seocentral എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്കാണ്. സോ ഗൂഗിളിനോട് നമ്മൾ പറയുകയാണ് ഇതൊരു സൈറ്റാണ്, പക്ഷേ ഇതിന്റെ ഒറിജിനൽ വേർഷൻ ഇതാണ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു വെബ്സൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പേജുകളും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഫയലാണ് സൈറ്റ് മാപ്പ് ഫയൽ. ഈ സൈറ്റ് മാപ്പ് ഫയൽ ഒരു ക്രൗളറിന് ഒരു മാപ്പായിട്ട് വർക്ക് ചെയ്യും. സൈറ്റിന്റെ എൻറ്റയർ മാപ്പ് ഒരു ക്രൗളർ വന്ന് ഈ സൈറ്റ് മാപ്പ് ഫയലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ URLും അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതെയോ ഓർഡർ ഇല്ലാതെയോ ഈ സൈറ്റ് മാപ്പ് ഫയലിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഓരോ URLും അതിനെ ആക്സസ് ചെയ്ത് ക്രൗൾ ചെയ്ത് ഡിസ്കവർ ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് സൈറ്റ് മാപ്പ് ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ആങ്കർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആങ്കർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടില്ലേ, ഇത്രയും ടെക്സ്റ്റിന്റെ അകത്ത് ഒരു ടെക്സ്റ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്ത ഒരു കമ്പനിയുടെ പേരാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ ആ ലിങ്ക് കൊടുക്കുന്നത്. വെറുതെ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യല്ല, ഒരു ടെക്സ്റ്റിനെ ആ ലിങ്കുമായിട്ട് ആങ്കർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആങ്കർ ടാഗിൽ വെബ്സൈറ്റ് ലിങ്ക് ദെൻ അതിൻ്റെ ഒരു ടെക്സ്റ്റ്, അങ്ങനെ ആങ്കർ ചെയ്യുന്ന ടെക്സ്റ്റുകളെയാണ് ആങ്കർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആങ്കർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിന്റെ ലിങ്ക് ചെയ്തിട്ടുള്ള പേജിലേക്ക് നമ്മൾ ഡൈവേർട്ട് ആയി പോകും. സോ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത്. ദെൻ 2 ന്യൂ വെർട്ടിക്കൽ കൂടി SEOയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വെർട്ടിക്കൽസ് അല്ലെങ്കിൽ ഓവർലാപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു ബ്രീഫ് നമ്മൾ പറയാം. ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ ഒരു ക്വറി സെർച്ച് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ആയിട്ടാണ് അതിൽ സെർച്ച് ചെയ്യുന്നത്. ബേസിക്കലി who is the founder of Digital Mind Collective? അപ്പോൾ who is the founder of Digital Mind Collective എന്നുള്ള ആ ക്വസ്റ്റ്യന് സിമ്പിൾ ആയിട്ട് ഒരു ഓവർവ്യൂ ആൻസർ അവിടെ വന്നു കണ്ടോ, അഭിനവ് ആൻഡ് സൗരവ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് co-founder ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഡിജിറ്റൽ മൈൻഡ് കളക്റ്റീവ് എന്ന കമ്മ്യൂണിറ്റി. അതിന് അവർ ആൻസർ ആയിട്ട് ഉത്തരം തന്നു കണ്ടോ. ഇതിനെയാണ് ഇങ്ങനെയുള്ള ആൻസേഴ്സിൽ, അതായത് ഒരു യൂസറിന് ഒരിക്കലും ഒരു വെബ്സൈറ്റിന്റെ അകത്ത് കയറി വായിച്ച് മനസ്സിലാക്കണ്ട, ഗൂഗിളിൽ തന്നെ ഒരു പാർട്ടിൽ ആൻസർ ആയിട്ട് അത് കിട്ടി. അതിനെയാണ് ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. ഇതിന്റെ ബേസിക്സ് എന്തായാലും അത് SEO പ്രാക്ടീസ് തന്നെയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഗൂഗിൾ അവിടെ നിന്ന് റിട്രൈവ് ചെയ്ത് കാണിക്കുന്നു. അതിന്റെ പ്രത്യേക രീതിയിൽ ചിലപ്പോൾ കണ്ടന്റ് ഒന്ന് ട്വീക്ക് ചെയ്യേണ്ടി വരും. പ്രോപ്പർലി SEO ചെയ്യുന്ന എല്ലാ സൈറ്റുകളും ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസ്ഡ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ദെൻ ഇത് മാത്രമല്ല, who is the president of Canada, ഇങ്ങനെ ഒരു സെർച്ച് നമ്മൾ നടത്തി.
സോ ഈ വന്നിരിക്കുന്നത് ഒരു നോളജ് പാനൽ എന്ന് പറയും. ഈ നോളജ് പാനലിൽ കയറി പറ്റുക എന്നുള്ളത് ആൻസർ എഞ്ചിൻ്റെ ഒപ്റ്റിമൈസേഷൻ്റെ ഇപ്പോൾ ഒരു ഭാഗമാണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഒരു ആൻസർ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓവർവ്യൂല് പോലും അല്ലാതെ പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ ഓഫീസർ ഓൺ ഹോൾഡ് മാർക്ക് കാർണറി എന്ന് പറഞ്ഞിട്ട് ആളുടെ ഇമേജ് അടക്കം കാണിച്ചു. ഇതും ഒരു ഡയറക്റ്റ് ആൻസറിങ് ആണ് ഗൂഗിൾ തന്നിരിക്കുന്നത്. സോ ഇതും ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ റിസൾട്ട് ആയിട്ടാണ്. ഇതിപ്പോൾ ആൾ അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തതൊന്നുമല്ല, ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി ആളുടെ നോളജ് ഗ്രാഫിൽ നിന്ന് എടുത്തതാണ്. ഇതൊക്കെ ആൻസർ എഞ്ചിൻ. അപ്പോൾ ഒരു ബിസിനസ്സിനാണ് ഇങ്ങനെ ഒരു സെർച്ച് വരുന്നതെങ്കിൽ, ഇപ്പോൾ എനിക്ക് റീസെന്റ് കേസ് സ്റ്റഡി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MNC നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ്. MNC രണ്ട് കമ്പനി ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്, ഇന്റർനാഷണൽ വേറെ ഇന്ത്യൻ വേറെ. സോ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്, വേർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദിസ് കമ്പനി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. സോ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ഉപയോഗിച്ച് തെറ്റായിട്ടുള്ള ആ ഒരു ഡാറ്റ ഗൂഗിൾ ഡിസ്പ്ലേ ചെയ്യുന്നത് മാറ്റി കറക്റ്റ് ഡാറ്റ കൊണ്ടുവന്നു. അതും ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ ഒരു ഭാഗമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓവർവ്യൂവിൽ വരുന്ന റിസൾട്ടുകൾ ഒരു തരത്തിൽ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും ആണ്, ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും ആണ്. പക്ഷെ ChatGPT വരുന്ന റിസൾട്ട്, ChatGPT എന്ന് പറഞ്ഞാൽ ഒരു ജനറേറ്റീവ് എഞ്ചിനാണ്. ഒരു പല സോഴ്സുകളിൽ നിന്നും ഇൻഫർമേഷൻ എടുത്ത് ന്യൂ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു എഞ്ചിനാണ് ജനറേറ്റീവ് എഞ്ചിൻ. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡിജിറ്റൽ മൈൻഡ് കളക്റ്റീവ്? ഇതൊന്ന് നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പോൾ ChatGPT നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതും കുറച്ച് സെർച്ച് നടത്തി കണ്ടോ, ഒരു റിസൾട്ട് തരാണ്, ജനറേറ്റ് ചെയ്യാണ്. പല സ്ഥലത്തുനിന്നും സെർച്ചുകൾ നടത്തി അതിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ജനറേറ്റ് ചെയ്യാണ്. അതിനെയാണ് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു റിസൾട്ടിൽ കൂടി നമ്മളുടെ ആൻസറുകൾ, നമ്മളുടെ ബിസിനസ്സുകൾ പ്രോപ്പർലി ലിസ്റ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബെസ്റ്റ് DNV പ്ലേയേഴ്സ് ഇൻ UAE. ഇങ്ങനെ ഒരു സെർച്ച് ഗൂഗിളിലല്ല, സെർച്ച് എഞ്ചിനിലല്ല, ഇതിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ബിസിനസ് റിസൾട്ടുകൾ വരുന്നുണ്ട് കണ്ടോ. ഈ ബിസിനസ് റിസൾട്ടുകളും അതിന് ജനറേറ്റഡ് ആയിട്ടുള്ള പല സ്ഥലത്തുനിന്നും സോഴ്സിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് ജനറേറ്റ് ചെയ്ത് വരുന്ന ഈ റിസൾട്ടുകൾ നമ്മളുടെ ബിസിനസ് കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ ഈ ജിയോന്റെ പ്രാക്ടീസുകൾ ചെയ്യണം. ജിയോന്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ബേസിക് SEOയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ്. കണ്ടന്റ് ഒപ്റ്റിമൈസേഷനിലും ചെറിയൊരു വ്യത്യാസം, അല്ലെങ്കിൽ ഈ ഒരു സെർച്ച് അല്ലെങ്കിൽ ഈ ഒരു ജനറേറ്റീവ് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും. നമ്മളുടെ ക്ലയന്റുകൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. സോ ജസ്റ്റ് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന്റെ ആ റിസൾട്ട് കാരണമാണ് ഈ ഒരു ലിസ്റ്റിൽ നമ്മുടെ ക്ലയന്റുകൾ വന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഓൺ പേജ് ഡിസ്കസ് ചെയ്തു, ഓഫ് പേജ് ഡിസ്കസ് ചെയ്തു, ടെക്നിക്കൽ ഡിസ്കസ് ചെയ്തു, ഇമ്പോർട്ടൻറ്റ് ടേംസ് ഡിസ്കസ് ചെയ്തു, ദെൻ ന്യൂ വെർട്ടിക്കൽസ് അല്ലെങ്കിൽ ഓവർലാപ്പ് ഓഫ് SEO. ഓവർലാപ്പ് എന്ന് പറയുന്നുള്ള SEO തന്നെയാണ്. ഇതിന്റെ മുകളിലായിട്ട് വരുന്ന രണ്ട് ന്യൂ ടേംസ് ആണ്. ആക്ച്വലി ഇത് തന്നെ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാ ടാക്ടിക്സും തന്നെയാണ് AEOയിലും ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും വരുന്നത്. പക്ഷെ മാർക്കറ്റ് ഇങ്ങനെ ടേംസ് ഡിമാൻഡ് ചെയ്യുന്നത് കാരണമാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു ടേംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ പറയുക. പിന്നെ ഡിസ്കഷൻസ് നടത്താൻ വേണ്ടി ഈ SEO റിലേറ്റഡ് ആയിട്ട് ഈ വീഡിയോ സീരീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം, ഡിസ്കഷൻസ് നടത്തണം, നിങ്ങൾ പ്രൊജക്റ്റുകൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ, നമ്മളുടെ ഡയറക്റ്റ് ഡിസ്കഷൻസിന് വേണ്ടി. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.